ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നില്ലേ? ഞാൻ വിചാരിച്ചു രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാമെന്ന്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ളൊരു വീഡിയോ ചെയ്യുന്നത്. ഇതുവരെ കുക്കിംഗ് വീഡിയോ ഒക്കെ ആയിരുന്നു ചെയ്തിരുന്നത്. അപ്പം ആദ്യം രാവിലെ എണീറ്റ് അരിയെല്ലാം അടുപ്പത്തിട്ടു. പിന്നെ ചായ ഇട്ട് കുടിച്ചു. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളയപ്പവും വറുത്ത ചമ്മന്തിയായിരുന്നു. അപ്പോൾ അതിനുള്ള തേങ്ങയെല്ലാം തിരുങ്ങി, മുളക് പൊടി, പിന്നെ കുറച്ച് 2-3 പച്ചമുളക്, ഉപ്പ് ഇതെല്ലാം ഇട്ട് ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. എന്നിട്ട് കടുകും വറുത്ത് നമുക്കൊന്ന് ഇങ്ങനെ ചിക്കി എടുക്കണം. അതൊന്ന് അതിൻ്റെ തേങ്ങയുടെ വെള്ളമൊക്കെ വറ്റി വരുമ്പോഴത്തേക്കും തേങ്ങയെല്ലാം വിട്ട് വരുമ്പോഴത്തേക്കും ചമ്മന്തി നല്ല അടിപൊളിയായിട്ട് കിട്ടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ്. ഇവിടെ എൻ്റെ മോന് ഇഷ്ടമാണ്, അതാണ് ഞാൻ ഇതുണ്ടാക്കുന്നത്. പിന്നെ വെള്ളയപ്പത്തിൻ്റെ മാവിനകത്ത് നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് വെള്ളയപ്പവും ചുട്ടെടുത്തു. പിന്നെ മോന് ലഞ്ചിന് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ബീട്രൂട്ട് തോരൻ അരിയുന്നതാണ് ഈ കാണുന്നത്. ഇന്ന് അവന് ലഞ്ചിന് ബീട്രൂട്ട് തോരനും ചമ്മന്തിയും അച്ചാറും മുട്ട പൊരിച്ചതുമായിരുന്നു. അങ്ങനെ അതിനുള്ള ബീട്രൂട്ടായിരുന്നു അരിഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ അപ്പവും ചുടുന്നുണ്ട്. അങ്ങനെ ബീട്രൂട്ട് തോരൻ കടുകൊക്കെ പൊട്ടിച്ച് ബീട്രൂട്ട് തോരനകത്ത് ബീട്രൂട്ടും സവാളയും പച്ചമുളകും ഇട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കറിവേപ്പില ഇട്ട് ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് അതിനുള്ള അരപ്പ് ഒതുക്കാൻ വേണ്ടി ഞാനിവിടെ തേങ്ങയും ചെറിയ ജീരകത്തിൻ്റെ പൊടിയും, ജീരകത്തിൻ്റെ പൊടി ചേർക്കണം, ജീരകത്തിൻ്റെ പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും 1-2 അല്ലി വെളുത്തുള്ളി ഇട്ട് കുറച്ച് നേരം ഇതേക്കണക്കൊന്ന് മൂടി വെക്കും. അത് കഴിഞ്ഞിട്ട് എല്ലാം കൂടെ മാറ്റി ഇങ്ങനെ എന്താ ഇനി പറയുന്നത്, ഇപ്പം ഇളക്കി കൊടുക്കും. അങ്ങനെ ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല അടിപൊളി തോരൻ കിട്ടും. നല്ല ടേസ്റ്റാണ് ബീട്രൂട്ട് തോരൻ. പിന്നെ പറയണ്ട, ഇപ്പം എൻ്റെ ഒരു പ്രായത്തിലാണെങ്കിലും അമ്മയൊക്കെ കൂടുതലും തന്നു വിട്ടിരുന്നത് ബീട്രൂട്ട് തോരനും ബീട്രൂട്ട് മെഴുക്ക് പുരട്ടിയൊക്കെ ആയിരുന്നു. ചോറിനകത്ത് ചുമ ഉള്ള കളറും നല്ല രസമല്ലേ. പിന്നെ അത് മീൻകറിക്ക് വേണ്ടിയുള്ളതാണ്. രാവിലെ കറിയെല്ലാം വെച്ച് ഫ്രൈഡേ അല്ലായിരുന്നു, അപ്പം പള്ളിയിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലെ മീൻകറിയെല്ലാം വെച്ച് ജോലിയെല്ലാം തീർത്തു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അരിയൊക്കെ ഊറ്റി അരി കമത്തി ഇട്ടു. പിന്നെ ഇത് മീൻകറിക്ക് വേണ്ടിയാണ്. തേങ്ങ അരച്ച മീൻകറിയാണ്, കായൽ മീനാണ്. ഞാനിങ്ങനെ വെക്കുന്ന തേങ്ങയും മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് അരച്ചിട്ട് പിന്നെ മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ ഇടും, കായൽ മീനല്ലേ. അല്ലെങ്കിൽ പിന്നെ വടക്കംപുളി ചേർക്കും. പിന്നെ കുറച്ച് പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയൊക്കെ ഇട്ട് തിളപ്പിച്ചിട്ട് മീനും ഉപ്പും ചേർത്ത് തിളപ്പിച്ചിട്ട് മീനും ഇട്ട് കൊടുക്കും. കുറച്ച് കഴിഞ്ഞ് മീൻ ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഓഫ് ചെയ്യും. കറിയൊക്കെ ഒന്ന് പറ്റി വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ പാത്രം എല്ലാം അപ്പോഴത്തേക്കും അഴുക്കായി കിടന്നു. അതെല്ലാം കഴുകുന്നതായി കാണുന്നത്. പിന്നെ അതെല്ലാം കഴുകി മാറ്റി. ഇതിൻ്റെ ഇടയ്ക്ക് പിന്നെ പോയി മോനെ ഒരുക്കുന്നുണ്ട്. അവൻ്റെ സ്കൂൾ വണ്ടി വന്നായിരുന്നു. പോയി. അത് കഴിഞ്ഞിട്ട് പാത്രമെല്ലാം കഴുകി അവിടെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് തോരനും അങ്ങനെ എല്ലാം ഒതുക്കി കഴിഞ്ഞിട്ട് പിന്നെ അത്രയേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ പള്ളിയിൽ പോയി, അതൊന്നും വീഡിയോ എടുത്തില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇങ്ങനെയുള്ള വീഡിയോ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഭയങ്കര കൺഫ്യൂഷൻ. എഡിറ്റ് ചെയ്തതിലൊക്കെ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്, ക്ഷമിക്കണം. പിന്നെ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ, കമൻറ്റ് ചെയ്യണം. ഇതാണ് നമ്മളിന്ന് രാവിലെ വെച്ച ചോറ്, മീൻകറി, അപ്പം, ചമ്മന്തി. പക്ഷെ അത് വീഡിയോ കിട്ടിയില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ. വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.